ചേട്ടാ ഈ ബാം ഇരിക്കുന്ന സ്ഥലം ബാം അവിടെ ഉണ്ട്. അവിടെ ആണല്ലേ? ചേട്ടത്തിയേ 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 നിന്റെ ചേട്ടൻ വന്നൊരു നാശനഷ്ടം ഉണ്ടാക്കിയിട്ട് പോയിട്ട് ഞാനിപ്പോ സമാധാനം പറഞ്ഞിരിക്കുക. എന്താ നിന്റെ ഉദ്ദേശം? അയ്യോ ചേട്ടൻ പറഞ്ഞു വിട്ടല്ല, ഞാൻ താണ്ട് ഈ ബാം കൊണ്ടുവരാൻ വേണ്ടി വന്നാ. എന്റെ കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാ. ഇത് തലയിൽ തെച്ചല്ലേ തലവേദന പമ്പ് അടക്കം ചേട്ടത്തില്ല. അതൊക്കെ കൊള്ളാം. എന്നാലും നിന്റെ ചേട്ടൻ ഇത്ര നേരം ഇവിടെ നിന്ന് പ്രസംഗിച്ചേച്ച് പോയതാ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. എന്നാലും അങ്ങേർക്ക് ഒരു ഗുളികയെങ്കിലും മേടിച്ചാലുള്ള ബുദ്ധി തോന്നിയില്ല. ചേട്ടൻ മൃഗങ്ങളോട് വലിയ സഹവാസം, പിന്നെ ആ ബുദ്ധിയിലേ കാണത്തുള്ളൂ. അതും പോരാഞ്ഞിട്ട് അച്ഛൻ്റെ തനി പവർപ്പ്. ചേട്ടത്തിക്ക് അറിയാമോ, വളരെ നികിഷ്ടമായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറിയത്. ആര് ഉത്തുണ്ടനോ? അല്ല, അച്ഛൻ. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞതെന്ന് അറിയാമോ, വെറുതെ എന്തിനാ അച്ഛൻ്റെയും ചേട്ടനെ തിന്നു പിടിച്ചിങ്ങനെ കിടക്കുന്നത്, വല്ല പണിക്ക് പൊക്കൂടെ. ഒരു യുവാവിൻ്റെ ചോദിക്കേണ്ട ചോദ്യം ഉള്ളത് പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. അച്ഛൻ ആ പറഞ്ഞതില് കാര്യമുണ്ട്. പറഞ്ഞതിൽ കാര്യമുണ്ടോ? എനിക്കതറിഞ്ഞാൽ മതി. എനിക്കൊരു ജോലി കിട്ടിയായിരുന്നെങ്കിലേ എല്ലാ വിഷമം അങ്ങ് മാറിയാൻ. ആ അത് ശരിയാണ് സുമേ. സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ എനിക്കൊരു ജോലി കിട്ടിയപ്പോ തന്നെ എല്ലാവർക്കും എന്തൊരു റെസ്പെക്ട് എന്റെ അടുത്ത് വീട്ടിൽ പോലും. ഓ എന്ത് റെസ്പെക്ട് അല്ലേ? ആ റെസ്പെക്ട് എനിക്കും കിട്ടണമെങ്കിൽ ചേട്ടത്തി ഒന്ന് മനസ്സ് വെക്കണം. എനിക്ക് കിട്ടുന്ന റെസ്പെക്ടിന്റെ പകുതി കീറി തന്നാ മതിയോ? കീറി തരണ്ട, അതവിടെ തന്നെ വെച്ചോ. എനിക്ക് ഇവിടെ ഒരു ചെറിയ ജോലി സംഘടിപ്പിച്ചാൽ മതി. നിനക്ക് ഇവിടെ ജോലി എന്നിട്ട് വേണം ഇവിടെ എനിക്കിപ്പോ കിട്ടുന്ന റെസ്പെക്ട് കൂടി ഇല്ലാതാവാൻ. അയ്യോ എന്നെ അപ്പൻഡിഷിപ്പ് അല്ല, എന്നതാ അപ്പൻഡിസ് അല്ല, എന്തെങ്കിലും പറയുന്നത്, അപ്പൻഡിഷിപ്പിൽ കയറത്തില്ല നമ്മള് എവിടെയെങ്കിലും. എന്റെ പൊന്നു മോനെ ഇവിടെ ഇപ്പൊ വേക്കൻസി ഒന്നും ഇല്ല. അല്ല, എന്നെ ഇവിടെ നിർത്തിയിട്ട് ജോലി എന്റെ ലെവൽ അനുസരിച്ച് ശമ്പളം കൂടി തന്നാൽ മതി. നിന്റെ ലെവൽ അനുസരിച്ച് എന്റെ സുമ ഇവിടെ എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ ഞാൻ ഓണറിന്റെ അടുത്ത് സംസാരിച്ച് വെച്ചേക്കാം. പുള്ളി നല്ല മൂടുള്ള സമയത്ത് ഞാൻ പറയാം. മതി 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 ഓക്കെ. അല്ല നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴേ വല്ല ഇൻഷർട്ടൊക്കെ ചെയ്തിട്ട് മറ്റേ ടിപ് ടോപ്പിൽ ഒരാൾ നിൽക്കത്തില്ലേ, അതെടുത്തു പോയി ഇതെടുത്തു പോയി അതോട് മാറ്റി പോയി. ആരാത്? സൂപ്പർവൈസറാ. ആ ജോലി ഇട്ടല്ലോ ഒപ്പം. ഇതെന്താ ചെയ്യണേ? ടച്ചിങ്സ് പിള്ളേർക്കുള്ള ഞാൻ വൈകിട്ട് ബില്ല് ചെയ്തിട്ട് പോണാടാ അവിടെ. ആ ബാമില്ലേ, അതിന്റെ ബില്ലൂടെ കൊടുത്തേക്കണേ. അപ്പൊ ഞാനിവിടെ ഒരു പൂച്ചക്ക് തലവേദന നോക്കാൻ വേണ്ടി പോണം. തലവേദനയോ? അച്ഛാ എന്റെ വല്ല മരുന്നും വേണോ? നിന്റെ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ട മരുന്നുണ്ടാ? എല്ലാം ഒന്ന് തന്നെ അച്ഛാ. എന്നെ നേഴ്സിങ്ങിന് വിട്ട് തെറ്റായിപ്പോന്ന് ഇവിടെ പലരും പറഞ്ഞു. അച്ഛൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ചെല്ലിട്ടാ ചവിട്ടിക്കൊണ്ട് പോ. എന്റെ ഉത്തോണ്ട നിങ്ങൾ ഇതുവരെ പോയില്ലേ? വയ്യാതിരിക്കുമ്പോ ഞാൻ എങ്ങനെ പോണേ? ഇത്ര കയറിങ്ങിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ. സൈക്കിളൊന്നും പറയാം, ഞാൻ നടന്നു തരാം. നടന്നു വന്നു? ആ നടക്കാനുള്ള ദൂരമല്ലോ. വാ. എങ്ങനെയുണ്ട് തലവേദന? എങ്ങനെയുണ്ട്? തലവേദനയൊക്കെ മാറി. ചായ കുടിച്ചാലോ? അതല്ലേ പറയാ. പഴംപൊരി പരിപ്പ് വേണം. കേറ് കേറ.